ഈ നേതൃത്വമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഒരു കാരണവശാലും UDF ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എല്ലാവരും തീരണം എന്ന് പറയുമ്പോഴും, പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്ന് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോഴും, ഞാൻ രാഹുലിനോട് പറഞ്ഞു ഞാൻ മത്സരത്തിനുണ്ടാവില്ല, ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, നിങ്ങളങ്ങനെ ഒറ്റപ്പെടേണ്ടവനല്ല, ഞാനിതിന് തീരുമാനമുണ്ടാക്കാൻ ലീഡർഷിപ്പുമായി ആലോചിക്കട്ടെ എന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് പോയ ആ വ്യക്തിയെ മൂലക്കലാക്കിയിട്ട് ഇപ്പം പറയാണ് ഇനി വാതിൽ തുറക്കൂല, അടച്ചു എന്ന്. നിങ്ങൾക്കറിയോ, ഈ വാതിൽ അടച്ചിട്ട് ഒരു മാസമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാതിൽ അടച്ചിട്ടുണ്ട്. ഈ കാര്യം കൂടി പ്രിയപ്പെട്ട UDFൻ്റെ പ്രവർത്തകരും വോട്ടർമാരും നേതാക്കന്മാരും നിങ്ങൾ കേട്ടോ. ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ്. അപ്പോഴാണ് 2-3 ദിവസമായിട്ടുള്ള എന്താ പറയുക, എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത്. ആ ഫീലിംഗ്, ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ജനങ്ങൾ, മലയോര കർഷകർ കൃത്യമായി കേട്ടോ. നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചോ. ഒരൊറ്റ ആളാണ്, സാക്ഷാൽ പിണറായി വിജയൻ. ഒറ്റക്കാരിയുള്ളൂ, അൻവറിനെ അടുപ്പിക്കരുത്, അൻവറിനെ അടുപ്പിക്കരുത്. ഇടനിലക്കാരാ സംസാരക്കാർ. അടുപ്പിച്ചാൽ എന്താ, അടുപ്പിച്ചാൽ കുഴപ്പം ഒന്ന് നോക്കണല്ലോ. ഒന്ന്, അദ്ദേഹത്തിന് വായ തുറക്കാൻ പറ്റുന്നില്ലല്ലോ പലരും. ഈ അജിത് കുമാറിനെതിരെ ഈ പോരാട്ടം നടത്തിയിട്ട് UDF നേതൃത്വം ആ സമരം ഏറ്റെടുത്തോ? ഈ പോലീസിനെതിരെ നടത്തിയ ഏതെങ്കിലും സമരം ഏറ്റെടുത്തോ? ഇപ്പം എന്താ പറയുന്നത്? LDF നേതാക്കന്മാർ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊന്നും കഴമ്പില്ലാതെ തെളിയിക്കപ്പെടാതെ പോയി. എങ്ങനെ തെളിയിക്കുക? അന്വേഷിക്കണത് ആരാ? പിണറായിൻ്റെ പോലീസ്. അതിനൊപ്പം നിൽക്കുന്ന പിണറായിൻ്റെ മറ്റ് പോലീസിലെ വിഭാഗങ്ങൾ, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ഇവരല്ലേ അന്വേഷിക്കുന്നത്. ആ അന്വേഷണം തെളിയിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കോടതിയിൽ പോകാൻ നിൽക്കുകയാണ്, ആ സ്റ്റേജിലാണ് ഇപ്പോൾ അതുള്ളത്. തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന അജിത് കുമാറിനെ DGP ആയി പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് അയച്ച ലിസ്റ്റിൽ ഈ അജിത് കുമാറിൻ്റെ പേര്, ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ വാർത്ത കാണാതെ പോയതായിരിക്കും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ശക്തമായി എതിർക്കണം, ഇതൊരു പൊതുവികാരമാണ്. കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന അജിത് കുമാറിൻ്റെ ഈ വിഷയത്തിലാണ്. പക്ക നമ്പർ 1 ഫ്രോഡ് RSS. നിങ്ങൾ പ്രതികരിക്കണം പ്രതിപക്ഷ നേതാവേ. ഞാൻ ഏറ്റവും പറഞ്ഞു. എവിടെയെങ്കിലും ഒരു സമരങ്ങൾ കണ്ടോ? മിണ്ടിയില്ലല്ലോ. അവരുണ്ട് നിൻ്റെ പിന്നിൽ. എൻ്റെ പിന്നിൽ ആ IAS IPS ലോബി ഉണ്ട് സതീശൻ്റെ കൂടെ. മിണ്ടിയില്ല. 3 ദിവസം കഴിഞ്ഞ് ഈ തോന്നിവാസം മുഴുവൻ ഇവിടെ നടത്തി 40,000-40,000 കേസുകൾ ഓരോ വർഷവും മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പേരിൽ കള്ളക്കേസെടുത്ത് BJPയെ സന്തോഷിപ്പിച്ച ഇതേ സുജിത് ദാസ്, ഈ കള്ളക്കടത്തിനും കൊലപാതകത്തിനും ബാക്കി നിന്ന സുജിത് ദാസ്, മരം മുറിച്ച സുജിത് ദാസ്, എല്ലാ അന്വേഷണവും തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വീണ്ടും അതിൻ്റെ 3-ാമത്തെ ദിവസം ഇഴിച്ചിരുത്തി. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? മിണ്ടൂല. അപ്പം ഇതൊരു നെക്സസിൻ്റെ ഭാഗമാണ്, ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും PV അൻവർ ഈ പറയുന്ന UDFൻ്റെ വാതിലടക്കാൻ കിട്ടിയ ചാൻസിൽ തുറക്കാത്തെയും അടക്കാത്തെയും വാതിൽ പൂട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ സ്വയം കൊലക്ക് നിന്ന് കൊടുക്കണോ? ഒരു ഭാഗത്ത് പിണറായി, ഒരു ഭാഗത്ത് RSS, ഇതുവരെ 2 മൂന്നാമത് VD സതീശൻ. ഈ 3 കത്രിക പൂട്ടിൻ്റെ അകത്ത് കഴുത്ത് വെച്ച് കൊടുക്കണോ? പിണറായി സത്തെ അവിടെ വിജയിപ്പിക്കണോ? അതാണ് ഇതിൽ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ. അത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കും.